In the last class, we started a new unit, the team rain. Let's continue it. Here in this picture, we can see 4 girls. Do you remember their names? Who are they? ആരാണ് ഇവര്? 4 പെൺകുട്ടികളെ കാണാണ്ടല്ലേ? Who are they? They are friends. അല്ലേ? അവർ കൂട്ടുകാരാണല്ലേ? Then do you remember their name? നിങ്ങൾക്ക് അവരുടെ പേര് ഓർമ്മയുണ്ടോ? One is Ritu, the other is Ima, then Ami and Nilu. Then who is Ritu? Can you identify Ritu from these girls? നിങ്ങൾക്ക് റിതുവിനെ തിരിച്ചറിയാൻ പറ്റുന്നുണ്ടോ? ഈ പെൺകുട്ടികളിലത്തെ റിതു ആരാണ്? റിതു ഈസ് ഇൻ എ ഫ്രോക്ക്. റിതു ഒരു ഉടുപ്പിട്ടിട്ടാണ് അല്ലേ? ദെൻ റിതു ഹാസ് കേളി ഹെയർ അല്ലേ? ചുരുണ്ട മുടിയാണല്ലേ റിതുവിനുള്ളത്. ദെൻ ഹൂ ഈസ് ആമി? ആരാണ് ആമി? ആമി ഹാസ് ലോങ് ഹെയർ. നീളം മുടിയുള്ളതാണല്ലേ? ദെൻ ഷീ ഹാസ് സ്പെക്ടക്കിൾസ് എന്ന് പറഞ്ഞാൽ കണ്ണട. ആമയ്ക്ക് ലോങ് ഹെയറും സ്പെക്ടക്കിൾസും ഉണ്ട് അല്ലേ? കണ്ടോ നിങ്ങൾ ആമീനെ മനസ്സിലായില്ലേ? ദെൻ ഇമ ഈസ് ഇൻ പാൻസ്. ഷീ ഹാസ് ഷോർട്ട് ഹെയർ. ഇമ പാൻറ് ആണ് ഇട്ടിരിക്കുന്നത്. അവൾക്ക് എങ്ങനത്തെ ഹെയർ ഉള്ളത്? ഷോർട്ട് ഹെയർ ആണ് അല്ലേ? റിതുനോ? She has curly hair. Ima has short hair. And Nilu has a cap. She has blue blouse and a skirt. മനസ്സിലായില്ലേ നിങ്ങൾക്ക് നിലുവിന് ഒരു തൊപ്പി ഉണ്ട് അല്ലേ? പിന്നെ ബ്ലൂ ബ്ലൗസും ഒരു മിഡിയാണ് ഇട്ടിരിക്കുന്നത്. കണ്ടില്ലേ? ഇനി എന്താ അവിടെ പറഞ്ഞിരിക്കുന്നത് നോക്കൂ. റിതു, ഇമ, Ami and Nilu are friends. They walk together. They play together. Ridum, Emim, Amim, Nilu ഒക്കെ ആരാണ്? Who are they? They are friends. അവർ കൂട്ടുകാരാണല്ലേ? They walk together. They play together. അവർ ഒരുമിച്ച് നടക്കുന്നു, ഒരുമിച്ച് കളിക്കുന്നു. ഇനി അവിടെ കണ്ട ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. What do they like to do? അവർ എന്ത് ചെയ്യാനാണ് ഇഷ്ടപ്പെടുന്നത്? They like to walk together and play together. ഒരുമിച്ച് നടക്കാനും ഒരുമിച്ച് കളിക്കാനുമാണ് ഇഷ്ടമുള്ളത് അല്ലേ? ആക്ടിവിറ്റി ബുക്ക് എടുക്കുക. ആക്ടിവിറ്റി 9. In this picture we can see Ritu is riding a bicycle. Then Ami is flying kite. Then Ima is hanging on the tree. Nilu is watching butterflies. അല്ലേ? നിലു സൈക്കിൾ ഓടിക്കുന്നു. ആമി എന്താണ്? പട്ടം പറപ്പിക്കുന്നു. ഇമ എന്താ ചെയ്യണത്? മരത്തുമ്പിൽ തൂങ്ങിക്കിടക്കുന്നു. നീലു എന്താ ചെയ്യണ? ബട്ടർഫ്ലൈസിനെ, പൂമ്പാറ്റകളെ നോക്കുകയാണ് അല്ലേ? എന്താ അവിടെ പറഞ്ഞിരിക്കുന്നത്? റിതു ലൈക്സ് ടു റൈഡ് എ ബൈസിക്കിൾ. ആമി ലൈക്സ് ടു ഫ്ലൈ കൈറ്റ്സ്. ഇമ ലൈക്സ് ടു ക്ലൈംബ് ട്രീസ്. നിലു ലൈക്സ് ടു വാച്ച് ബട്ടർഫ്ലൈസ്. ഓരോരുത്തർക്കും ഇഷ്ടമുള്ളതാ പറഞ്ഞിരിക്കുന്നത് അല്ലേ? റിതു എന്ത് ചെയ്യാനാ ഇഷ്ടം? ലൈക്സ് ടു എന്ന് പറയുന്നത്, ലൈക്ക് എന്ന് പറയുന്നതാണ് ഇഷ്ടം. എന്ത് ചെയ്യാനാ ഇഷ്ടം? റിതു ലൈക്സ് ടു റൈഡ് എ ബൈസിക്കിൾ. സൈക്കിൾ ഓടിക്കാനാണ് ഇഷ്ടം റിതുവിന്. ആമിക്കോ? ലൈക്സ് ടു ഫ്ലൈ കൈറ്റ്സ്. പട്ടങ്ങൾ പറപ്പിക്കാനാണ് ഇഷ്ടം. ഇമയ്ക്കോ? ലൈക്സ് ടു ക്ലൈംബ് ട്രീസ്. മരം കയറാനാണ് ഇഷ്ടം. നിലു ലൈക്സ് ടു വാച്ച് ബട്ടർഫ്ലൈസ്. നിലുവിന് എന്താണ് ഇഷ്ടം? പൂമ്പാറ്റകളെ കാണാനാണ് ഇഷ്ടം അല്ലേ? ദെൻ അവിടെ എന്താ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. വാട്ട് ഡു യു ലൈക്ക് ടു ഡു? നിങ്ങൾക്ക് ചെയ്യാൻ ഇഷ്ടമുള്ളത് എന്താണ്? അത് അവിടെ എഴുതാൻ പറഞ്ഞിരിക്കുകയാണ് കേട്ടോ. ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? പേസ്റ്റ് യുവർ ഫോട്ടോ ഓർ ഡ്രോ യുവർ പിക്ചർ ആൻഡ് കംപ്ലീറ്റ് ദ സെൻറ്റൻസ്. നിങ്ങളുടെ ഒരു ഫോട്ടോ ഇവിടെ പേസ്റ്റ് ചെയ്യുക. ഇവിടെ ഓരോരുത്തരുടെയും പിക്ചർ കാണിച്ചിട്ടല്ലേ അവരുടെ ഇഷ്ടമുള്ളത് പറഞ്ഞിരിക്കുന്നത്. അതുപോലെ നിങ്ങൾ നിങ്ങളുടെ പിക്ചർ ഇവിടെ, നിങ്ങളുടെ ഫോട്ടോ ഒന്നുമില്ലെങ്കിൽ പേസ്റ്റ് ചെയ്യുക, ഒട്ടിക്കുക. അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങളുടെ പിക്ചർ ഇവിടെ വരച്ചിട്ട് എന്ത് എഴുതുക? ഐ ലൈക്ക് ടു. നിങ്ങൾക്ക് ചെയ്യാൻ ഇഷ്ടമുള്ളത് ഐ ലൈക്ക് ടു. ഇതെന്ത് എഴുതാം? ഐ ലൈക്ക് ടു ഡ്രോ. നിങ്ങൾക്ക് വരയ്ക്കാൻ ഇഷ്ടമാണെങ്കിൽ അത് എഴുതാം. അല്ലെങ്കിൽ ഐ ലൈക്ക് ടു സ്വിം. എനിക്ക് നീന്താൻ ഇഷ്ടമാണെങ്കിൽ അങ്ങനെ എഴുതാം. ഐ ലൈക്ക് ടു റീഡ് സ്റ്റോറീസ്. എനിക്ക് കഥകൾ വായിക്കാൻ ഇഷ്ടമാണ് എന്ന് എഴുതാം. ഐ ലൈക്ക് ടു പ്ലേ. എനിക്ക് കളിക്കാൻ ഇഷ്ടമാണെന്ന് എഴുതാം. ഐ ലൈക്ക് ടു വാച്ച് കാർട്ടൂൺ. അങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എന്താണോ അത് എഴുതി ചേർക്കുക. Next, activity 10. The team of girls has a name. Find it. Color the first letter of their names yellow. എന്താണ് ഈ പെൺകുട്ടികളുടെ ടീമിന് ഒരു പേരുണ്ട്. അത് കണ്ടെത്താൻ പറഞ്ഞിരിക്കുകയാണ് കേട്ടോ. എന്നിട്ട് എങ്ങനെ കണ്ടെത്തേണ്ടത്? കളർ ദ ഫസ്റ്റ് ലെറ്റർ ഓഫ് ദെയർ നെയിംസ് യെല്ലോ. കുട്ടികളുടെയൊക്കെ ഫസ്റ്റ് ലെറ്റർ, പേരിൻ്റെ ഫസ്റ്റ് ലെറ്റർ യെല്ലോ കളർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ടീം ഓഫ് ഗേൾസിൻ്റെ പേര് കിട്ടും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ടീമിൻ്റെ പേര് കിട്ടും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഫസ്റ്റ് നെയിം ഏതാണ്? റിതു, ദെൻ ആമി, ഇമ, നിലു.
നിങ്ങൾ ഫസ്റ്റ് ലെറ്റേഴ്സ് കളർ ചെയ്യല്ലേ. RITU എന്നാണല്ലേ ഋതു. R യെല്ലോ കളർ അടിക്കുക. ദെൻ ആമി AMI A യെല്ലോ കളർ അടിക്കുക. ദെൻ ഇമ I കളർ ചെയ്യുക. നിലൂലെ N കളർ ചെയ്യുക കേട്ടോ. ദ നെയിം ഓഫ് ദ ടീം ഈസ് എന്ന് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. പേര് കിട്ടിയോ? RAIN അല്ലേ, റെയിൻ. എന്താ വായിക്കുക? റെയിൻ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിരുന്നു അല്ലേ, ഈ കുട്ടികളുടെ പേരും ഈ യൂണിറ്റിൻ്റെ പേരുമായിട്ടൊരു കണക്ഷൻ ഉണ്ടെന്ന്. അപ്പോൾ പിടികിട്ടിയോ? ഈ കുട്ടികളുടെ പേര് വെച്ചിട്ടാണല്ലേ ആ ടീമിൻ്റെ പേര് ദ ടീം റെയിൻ എന്ന് വന്നിരിക്കുന്നത്. അപ്പോൾ റെയിൻ എന്നാണ് കേട്ടോ. ദ നെയിം ഓഫ് ദ ടീം ഈസ് റെയിൻ. RAIN, മഴ എന്നാണ് അർത്ഥം അല്ലേ റെയിൻ എന്ന് പറഞ്ഞാൽ. Look at the picture. What do you see in the picture? നിങ്ങൾ എന്താ കാണുന്നത്? The girls are playing. The 4 friends are playing in the rain. അല്ലേ, ഒരു മഴയത്ത് കളിക്കല്ലേ. കണ്ടില്ലേ? എന്താ അവിടെ പറഞ്ഞിരിക്കുന്നത്? അവർ ടീം ഈസ് റെയിൻ. ഞങ്ങളുടെ ടീം എന്താണ്? റെയിൻ എന്നാണ്. വി ആർ ഇൻ ദ റെയിൻ. ഞങ്ങൾ മഴയത്താണ്. വി ലവ് പ്ലേയിങ് ഇൻ ദ റെയിൻ. വി ലവ് ഡാൻസിങ് ഇൻ ദ റെയിൻ. അവരെല്ലാവരും കൂടി ചേർന്ന് പറയുകയാണല്ലേ, ഞങ്ങളുടെ ടീം റെയിൻ ആണ്. അപ്പം എന്താണ്? അവർ ടീം ഈസ് റെയിൻ. ഞങ്ങൾ എവിടെയാണെന്നാണ് പറയണത്? വി ആർ ഇൻ ദ റെയിൻ. ഞങ്ങൾ മഴയത്താണ്. പിന്നെ ഞങ്ങൾക്ക് ഇഷ്ടം എന്താണ്? മഴയത്ത് കളിക്കാൻ ഇഷ്ടമാണെന്ന് പറയുകയാണല്ലേ. വി ലവ് പ്ലേയിങ് ഇൻ ദ റെയിൻ. പിന്നെ വി ലവ് ഡാൻസിങ് ഇൻ ദ റെയിൻ. മഴയത്ത് നൃത്തം ചെയ്യാനും ഇഷ്ടമാണ് എന്ന് പറയുകയാണ് അല്ലേ. വാട്ട് ദേ ലൈക്ക് ടു ഡു ഇൻ ദ റെയിൻ. അവർക്ക് എന്ത് ചെയ്യാനാണ് ഇഷ്ടം മഴയത്ത്? ദേ ലൈക്ക് ടു പ്ലേ ആൻഡ് ഡാൻസ് ഇൻ ദ റെയിൻ അല്ലേ. അവർക്ക് മഴയത്ത് കളിക്കാനും നൃത്തം ചെയ്യാനും ഇഷ്ടമാണ് അല്ലേ. ദെൻ അവിടെ നോക്കൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. ഡു യു ലൈക്ക് പ്ലേയിങ് ഇൻ ദ റെയിൻ. നിങ്ങൾക്ക് മഴയത്ത് കളിക്കാൻ എന്ത് ഇഷ്ടമാണോ എന്ന് ചോദിക്കുകയാണ്. ഇഷ്ടമായിരിക്കൂലേ, നമുക്ക് നല്ല ഇഷ്ടമല്ലേ. അപ്പോൾ നമ്മൾ എങ്ങനെ ആൻസർ ചെയ്യുക? യെസ്, ഐ ലൈക്ക് പ്ലേയിങ് ഇൻ ദ റെയിൻ. എനിക്ക് മഴയത്ത് കളിക്കാൻ ഇഷ്ടമാണ്. ആക്ടിവിറ്റി 11, ആഡ് മോർ ലൈൻസ് ടു ദ സോങ്. നമുക്കിവിടെ ഒരു പാട്ട് തന്നിട്ടുണ്ട്, സോങ് തന്നിട്ടുണ്ട്. അതിന് എന്താണ് ലൈൻസ് ആഡ് ചെയ്യാൻ പറഞ്ഞിരിക്കുകയാണ് കേട്ടോ. നമുക്ക് നോക്കാം. അവർ ടീം ഈസ് റെയിൻ. വി ആർ ഇൻ ദ റെയിൻ. വി ലവ് പ്ലേയിങ് ഇൻ ദ റെയിൻ. വി ലവ് ഡാൻസിങ് ഇൻ ദ റെയിൻ. നേരത്തെ അവർ പറഞ്ഞത് തന്നെ അല്ലേ. ഇനി വി ലവ് പറഞ്ഞിട്ട് ഇനി എന്തൊക്കെ മഴയത്ത് ചെയ്യാനാണ് ഇഷ്ടം എന്നുള്ളത് എഴുതണം കേട്ടോ. ഇവിടെ കണ്ടോ, പ്ലേയിങ്, ഡാൻസിങ് എന്നൊക്കെ പറയുന്നത് എന്താ? ഒരു ആക്ഷൻ വേർഡാണ് അല്ലേ. ആക്ഷൻ വേർഡ് എന്ന് പറഞ്ഞാൽ ഒരു പ്രവൃത്തിയല്ലേ. കളിക്കുക, നൃത്തം ചെയ്യുക എന്നൊക്കെ. ഇനി മഴയത്ത് ചെയ്യാൻ പറ്റുന്ന ബാക്കി എന്തൊക്കെയാണെന്നുള്ളതും കൂടി ചേർത്താൽ മതി കേട്ടോ. നമുക്ക് എന്ത് എഴുതാം? വി ലവ് സിംഗിങ് ഇൻ ദ റെയിൻ എന്ന് എഴുതിക്കോടെ. മഴയത്ത് പാട്ടുപാടാൻ ഇഷ്ടമാണെന്ന് പറയാം. അല്ലെങ്കിൽ വി ലവ് റണ്ണിങ് ഇൻ ദ റെയിൻ, ഓടാൻ ഇഷ്ടമാണെന്ന് എഴുതാം. അല്ലെങ്കിൽ വി ലവ് ജമ്പിങ് ഇൻ ദ റെയിൻ, മഴയത്ത് ചാടാൻ ഇഷ്ടമാണെന്ന് എഴുതാം. അല്ലെങ്കിൽ വി ലവ് സ്വിമ്മിങ് ഇൻ ദ റെയിൻ എന്ന് എഴുതാം. എന്താണ്? മഴയത്ത് നീന്താൻ ഇഷ്ടമാണ് എന്നൊക്കെ എഴുതി ചേർക്കാം കേട്ടോ. ഇനി അടുത്ത ക്ലാസ്സിൽ കാണാം. ബൈ.